മലയാളികൾ ഒന്നടങ്കം ഇനി ഞെട്ടാൻ കാത്തിരിക്കുന്ന ഒരു പടമാണ് ബബ്ബബ്ബ. ബബ്ബബ്ബ അതൊരു പരിപാടിയായിരിക്കും കേട്ടോ. ഉറപ്പാ? ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ജനങ്ങളെ പോലെ ഞാനും. അത്രേ ഞാൻ പറയുള്ളൂ. അല്ല, ജനങ്ങളെ പോലെ പറയുന്ന അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. വെങ്കി പല ഇന്റർവ്യൂവിലും ബബ്ബബ്ബയുടെ വിശേഷങ്ങൾ എനിക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര്, അതായത് ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴും അല്ലെങ്കിൽ നമ്മളല്ലാതെ ഒരുപാട് ആൾക്കാരെ കാണുമ്പോ പോലും അവര് പറഞ്ഞ പോലെ ബബ്ബബ്ബ എന്താ പരിപാടി, ഒരുപാട് ആൾക്കാർക്ക് എത്ര ക്യൂരിയോസിറ്റി, ഭയങ്കര എക്സൈറ്റഡാ, ഭയങ്കര ഇത്. അപ്പൊ വെങ്കി പടം തിയേറ്റർ ലൊക്കേഷനിലെല്ലാം പോയി കണ്ട വ്യക്തിയാണല്ലോ ഷൂട്ടിങ്. എന്താണ് ബബ്ബബ്ബ? അത് ഞാൻ പറയില്ല, എനിക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. എന്നാലും ആ ലൊക്കേഷൻ ഷൂട്ടൊക്കെ കണ്ട ഒരു പ്രേക്ഷകനോട് ഫാൻ ബോയ്ക്ക് വെങ്കിക്ക് പറയാനുള്ളത് എന്തോ? അല്ല, അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. കാരണം അത് ആക്ച്വലി ദിലീപേട്ടൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിനകത്തുള്ളത്. അതായത് ഇതുവരെ ദിലീപേട്ടൻ അങ്ങനെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. എന്താണ് ആ ക്യാരക്ടർ? അത് പറയില്ല, അത് ഞാൻ പറയില്ല. ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അത് ഭയങ്കര അതിന്റെ വെങ്കി ഇപ്പൊ ഇന്റർവ്യൂ കാണുന്നവർക്ക് വലിയൊരു സംശയമുണ്ട്. ദിലീപേട്ടന് അല്ലെ സിനിമകളിൽ മാത്രമേ വെങ്കി കോസ്റ്റ്യൂം ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇപ്പൊ എന്റെ കല്യാണം അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരുടെ കല്യാണത്തിൽ അവർക്ക് ഒരു ആഗ്രഹം വെങ്കി ചേട്ടൻ ചെയ്താൽ കൊള്ളായിരിക്കും, അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം ഞങ്ങളുടെ കല്യാണത്തിനും വെച്ചാൽ കൊള്ളായിരിക്കും എന്നൊരു തോന്നല് പറയുന്ന ആളുകളോട് എന്തോ പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് ചെയ്യുന്ന സന്തോഷം മാത്രമേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ ചെയ്യുന്നതിന് മുന്നേ വെഡിങ് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ബ്രൈഡ് ആൻഡ് ഗ്രൂംസിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ഔട്ട്ഫിറ്റ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പോ അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ റിക്വയർമെന്റ്സും അല്ലെങ്കിൽ അവരൊരു ബഡ്ജറ്റ് വൈസ് ഉണ്ടാവും. ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും. കാരണം ബഡ്ജറ്റ് ഉണ്ട്, ചിലവര് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാനിപ്പോ ആക്ച്വലി ബീസ്പോക്ക് നോച്ചസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട് ഇപ്പൊ എനിക്ക്, പക്ഷെ അത് അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ ഞാനത് ഈ വരുന്ന സീസണിലൊക്കെയാണ് ഇനി ഞാൻ തോന്നുന്നത് ആക്റ്റീവ് ആക്കാൻ പോണത്. കാരണം ആൾക്കാർക്ക് അറിയില്ലല്ലോ ലൈക്ക് എവിടെയാണ് നമ്മളൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി നമ്മൾ. അതാണ് ഞാൻ ചോദിച്ചത് തന്നെ. ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ പോലെ ആര് ചോദിച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പൊ ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകളുടെ എണ്ണം കൂടട്ടെ. അതുപോലെ കൂടട്ടെ. നമ്മൾ ഈ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, സിനിമ കാണാൻ തിയേറ്ററിൽ പോയപ്പം ദിലീപേട്ടന്റെ സീൻ കണ്ട് സിനിമ കണ്ട് കരഞ്ഞു, രാമലീല കണ്ട്. അത് ആക്ച്വലി കാരണം സിനിമ റിലീസ് ചെയ്ത സമയത്ത് ദിലീപേട്ടൻ ഇല്ലല്ലോ, കാണാനുണ്ടായിട്ടില്ല. അപ്പോ അതൊന്ന്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഉണ്ടായ ഇൻസിഡന്റുകൾ, നമുക്ക് നമ്മുടെ ജോലിയിൽ നമ്മുടെ മിസ്റ്റേക്ക് പ്രകാരം ഉണ്ടായ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളല്ല, എന്നാൽ നമ്മളെ ഫീലിങ്സ് ഹോണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് എല്ലാം കൂടി വന്നപ്പോ പിന്നെ ആ റിലേഷനും എല്ലാം കൂടി എനിക്ക് കണ്ടപ്പോ സങ്കടം. ശരിക്കും ആ ടൈമിൽ എങ്ങനെ ഈ പടം ഇറങ്ങുന്നത്, അല്ലെ പടം സംഭവിക്കുന്നത് എങ്ങനെയാ? അല്ല, അത് എന്തായാലും പടം ഇറങ്ങാനുള്ള ടൈമിൽ വെച്ചിരിക്കും. അത് കാരണം ഈ പടം 5 കൊല്ലം മുന്നേ, അതായത് റിലീസിനും ഒരു 5 കൊല്ലം മുന്നേ എന്തോ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞ ഒരു പടമായിരുന്നു. അതിനുശേഷമാണ് ഷൂട്ട് കഴിഞ്ഞ് വന്ന് റിലീസിന് വേണ്ടി നിൽക്കുന്ന ടൈമിലല്ലേ പിന്നെ ഇഷ്യൂസ് ഒക്കെ വന്നത്. ഷൂട്ടിംഗ് ടൈമിന്റെ ഇടയ്ക്കാണ് ഇഷ്യൂസ് ഒക്കെ പതുക്കെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് റിലീസ് എന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്ന ടൈമിലാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. എങ്ങനെ കരയാതെ പോവാ പടം കണ്ടാലല്ലേ? പിന്നെ ആ ഒരു പഴയ ഒരു ആവേശം എല്ലാം കിട്ടി. പിന്നെ വെങ്കിയുടെ കോസ്റ്റ്യൂം ഡിസൈനിന് 4 ലക്ഷം രൂപയാണോ? എന്ത് ഔട്ട്ഫിറ്റിനോ ചെയ്തു കൊടുക്കണേനോ? ഇല്ല കേട്ടോ. അതായത് സിനിമയ്ക്കാണ് അത്രയൊന്നുമില്ല. അതായത് ഡിപ്പെൻസ് ഓൺ ഔട്ട്ഫിറ്റ്സ്. വെങ്കി ഇതെല്ലാം കൂടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പടം ചെയ്തല്ലേ? ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങൾ എന്തോ? അത് തേരി മേരി എന്നാണ് പടത്തിന്റെ പേര്. അത് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, പിന്നെ അന്ന രാജൻ, പിന്നെ ഒരു ആന്ധ്ര എന്നുള്ളൊരു പുതിയ ആർട്ടിസ്റ്റാണ്, അവരുണ്ട്. അത് ഇനിയിപ്പോ റിലീസിന് നിൽക്കണം. പടത്തെ പറ്റി എന്തോ പറയണം? പറഞ്ഞ പോലെ അത് ആക്ച്വലി ഇത്തിരി ഒരു ചെറിയൊരു ത്രില്ലർ പരിപാടിയാണ് ആ പടം. ഫണ്ണും ഉണ്ട്, ത്രില്ലർ, അങ്ങനത്തെ ഒരു മൂഡുള്ള ഒരു പരിപാടി. അത് കൂടുതലും ഷൂട്ട് നടന്നിരുന്നത് നമ്മൾ വർക്കലയിൽ വെച്ചിട്ടാ. അവിടെ ആയിരുന്നു ഷൂട്ട് നടന്നത്. അത് പിന്നെ ഇനിയിപ്പോ തിയേറ്ററിൽ വരും. അപ്പൊ നമുക്ക് അതിന്റെ പിന്നെ അതും നല്ല ഭയങ്കര ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. രസമുള്ള പരിപാടിയാണത്.